നമസ്കാരം. ലൈവ് അറ്റ് 6ലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന തലക്കെട്ടുകൾ. സംസ്ഥാനത്ത് പത്രികാ സമർപ്പണം തുടരുന്നു. കേരളത്തിൽ BJP ജയിക്കില്ലെന്ന് പിണറായി. പെരുമാറ്റ ചട്ടലംഘന പരാതിയിൽ സുരേഷ് ഗോപിയോട് വിശദീകരണം തേടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ചട്ടലംഘന പരാതിയിൽ തോമസ് ഐസക്കിന് താക്കീത്. കോൺഗ്രസിന് വീണ്ടും ആദായ നികുതി വകുപ്പിന്റെ നോട്ടീസ്. രാഷ്ട്രീയമായി നേരിടാൻ കോൺഗ്രസ്. ജില്ലാ ആസ്ഥാനങ്ങളിൽ റാലികൾ. നരേന്ദ്രമോദിക്ക് ഇന്ത്യ മുന്നണിയെ ഭയമെന്ന് KC വേണുഗോപാൽ. നമ്മുടേതുപോലൊരു സംസ്ഥാനത്തിന്റെ കയ്യിലെത്തേണ്ട 1,07,500 കോടിയിൽ പരം രൂപ തരാതിരുന്നാൽ, അത് നിഷേധിച്ചാൽ ഈ കേരളത്തിന് അനുഭവിക്കേണ്ടി വരുന്ന പ്രയാസം എത്ര വലുതായിരിക്കും എന്നാലോചിച്ചു. കേന്ദ്ര സർക്കാരിനെതിരെ ആഞ്ഞടിച്ച് മുഖ്യമന്ത്രി. കെജ്രിവാളിന്റെ അറസ്റ്റിൽ ലോകരാജ്യങ്ങളെതിരായി. ഫെഡറൽ സംവിധാനം തകർക്കപ്പെട്ടെന്നും പിണറായി. EDക്കെതിരെ നാളെ ഇന്ത്യ മുന്നണിയുടെ പ്രതിഷേധം. റിയാസ് മൗലവി കൊലക്കേസിൽ 3 പ്രതികളെയും വെറുതെ വിട്ടു. നീതി ലഭിച്ചില്ലെന്ന് റിയാസിന്റെ ഭാര്യ. ഭയങ്കര പ്രതീക്ഷ പറയാൻ കിട്ടുന്നില്ല. എന്തോ അപ്പീൽ പോകുമെന്ന് പ്രോസിക്യൂഷൻ. പിന്നെ പ്രതികരിക്കാമെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥൻ. അടൂർ അപകടത്തിൽ ദുരൂഹത തുടരുന്നു. അനുജയുടെയും ഹാഷിമിന്റെയും കോൾ ലിസ്റ്റുകൾ പരിശോധിക്കുന്നു. സമൂഹ മാധ്യമ ഇടപെടലുകളും അന്വേഷണ പരിധിയിൽ. സൗഹൃദത്തെ ഉലച്ച കാരണം കണ്ടെത്താൻ പോലീസ്. ISLൽ പ്ലേ ഓഫ് ഉറപ്പിക്കാൻ കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്നിറങ്ങുന്നു. എതിരാളികൾ ജംഷഡ്പൂർ FC. മത്സരം ന്യൂസ് 18 കേരളത്തിൽ തത്സമയം. IPLൽ പഞ്ചാബ് കിങ്സ് ലക്നൌ സൂപ്പർ ജയന്റ്സിനെ നേരിടും. രാജ്യം തെരഞ്ഞെടുപ്പ് ചൂടിൽ. രാജ്യം തെരഞ്ഞെടുപ്പിലേക്ക്. കോ പ്രസന്റഡ് ബൈ ബർജർ പെയിന്റ്സ്. 100 years of trust. ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രിക സമർപ്പണം സംസ്ഥാനത്ത് തുടരുകയാണ്. ഇന്ന് വിവിധ മുന്നണികളിൽ നിന്നായി 5 പേരാണ് പത്രിക നൽകിയത്. പത്തനംതിട്ടയിലെ LDF സ്ഥാനാർത്ഥി തോമസ് ഐസക്, കോഴിക്കോട്ടെ UDF സ്ഥാനാർത്ഥി MK രാഘവൻ, ആറ്റിങ്ങലിലെ NDA സ്ഥാനാർത്ഥി V മുരളീധരൻ, മലപ്പുറത്തെ LDF സ്ഥാനാർത്ഥി V വസീഫ്, NDA സ്ഥാനാർത്ഥി M അബ്ദുൾ സലാം എന്നിവരാണ് പത്രിക നൽകിയത്. സ്വന്തമായി വീടോ ഭൂമിയോ ഇല്ലെന്നും 9 ലക്ഷം വിലയുള്ള പുസ്തക ശേഖരമുണ്ടെന്നും തോമസ് ഐസക്കിന്റെ സത്യവാങ്മൂലത്തിൽ പറയുന്നു. കഴിഞ്ഞ ദിവസം മുതൽ പത്രികാ സമർപ്പണം ആരംഭിച്ചെങ്കിലും ഇന്നാണ് പ്രമുഖ മുന്നണിയിലെ കൂടുതൽ സ്ഥാനാർത്ഥികൾ ഇന്നാണ് പത്രിക സമർപ്പിച്ചിരിക്കുന്നത്. ഇതിൽ കോഴിക്കോട്ടെ UDF സ്ഥാനാർത്ഥി MK രാഘവൻ, പത്തനംതിട്ടയിൽ മത്സരിക്കുന്ന LDF സ്ഥാനാർത്ഥി തോമസ് ഐസക്, ആറ്റിങ്ങലിൽ കേന്ദ്രമന്ത്രി കൂടിയായ V മുരളീധരൻ, മലപ്പുറത്തെ V വസീഫ് എന്നിവരടക്കമുള്ള ആളുകൾ 5 പേർ ഇന്ന് പത്രിക നൽകിയിരിക്കുന്നു. ഈ നാളെ അവധി ദിനമാണ്. അതിനുശേഷം വീണ്ടും ഈ പത്രികാ സമർപ്പണത്തിൽ കൂടുതൽ വേഗത ഉണ്ടാകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ ദുഃഖവെള്ളി മുതൽ ഈസ്റ്റർ വരെ നീണ്ടു നിൽക്കുന്ന കൂടുതൽ അവധി ദിനങ്ങളാണുള്ളത്. ഈ അവധി ദിനങ്ങളിൽ വോട്ടർമാർ കൂടുതലും വീടുകളിൽ കാണുന്ന ഒരു സമയമാണ്, സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ പരമാവധി വോട്ടർമാരെ ഈ സമയത്ത് നേരിട്ട് പോയി കണ്ട് വോട്ട് ചെയ്യിക്കാനുള്ള ഒരുക്കത്തിലാണ് സ്ഥാനാർത്ഥികൾ. അതുകൊണ്ട് തന്നെ പലരും ഈ പത്രികാ സമർപ്പണം അവധി ദിനങ്ങൾ കഴിഞ്ഞുള്ള ദിനത്തിലേക്ക് മാറ്റിയിരിക്കുന്നു. കോഴിക്കോട് അടക്കമുള്ള ഇടങ്ങളിൽ കൂടുതൽ സ്ഥാനാർത്ഥികൾ 3-ാം തീയതിയാണ് പത്രിക സമർപ്പിക്കാൻ ഒരുങ്ങുന്നത്. ഒപ്പം കോൺഗ്രസിന്റെ വയനാട്ടിൽ മത്സരിക്കുന്ന രാഹുൽ ഗാന്ധിയും റോഡ് ഷോയുമൊക്കെ 3-ാം തീയതി മണ്ഡലത്തിൽ സജീവമാകുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. അതുകൊണ്ട് കൂടുതൽ സ്ഥാനാർത്ഥികൾ വരും ദിനങ്ങളിൽ കൊടുക്കും. ഒപ്പം 4-ാം തീയതിയാണ് പത്രികാ സമർപ്പണം അവസാനിക്കുന്ന തീയതി. ആലപ്പുഴയിലെ സ്ഥാനാർത്ഥി KC വേണുഗോപാൽ 4-ന് പത്രിക സമർപ്പിക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. എന്തായാലും
എന്തായാലും അതോടുകൂടി ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ഒരു പ്രത്യേക ഘട്ടത്തിലേക്ക് സ്ഥാനാർത്ഥികൾ കടക്കും. കാരണം നിലവിൽ തന്നെ ഇടത് സ്ഥാനാർത്ഥികളടക്കം ഈ വാഹന പര്യടനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ തുടങ്ങിയിരിക്കുന്നു. കോൺഗ്രസ് സ്ഥാനാർത്ഥികളിൽ പലരും ഈ അവധി ദിനങ്ങൾ കഴിഞ്ഞ ശേഷം തിങ്കളാഴ്ച മുതൽ ഈ വാഹന പര്യടനം ആരംഭിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. ഒപ്പം സ്റ്റാർ ക്യാമ്പയിനർമാരും താരപ്രചാരകരും കേരളത്തിൽ പലയിടങ്ങളിലായി തങ്ങളുടെ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി വോട്ട് പിടിക്കും. ഇന്ന് തന്നെ മുഖ്യമന്ത്രി തിരുവനന്തപുരത്തു നിന്നും അദ്ദേഹത്തിന്റെ യാത്ര ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. രാഹുൽ ഗാന്ധി എത്തുന്നതോടുകൂടി കോൺഗ്രസ് ക്യാമ്പ് സജീവമാകും. രാഹുൽ ഗാന്ധിക്ക് പുറമെ പ്രിയങ്ക ഗാന്ധിയും DK ശിവകുമാർ അടക്കമുള്ള ദേശീയ നേതാക്കളും കേരളത്തിൽ പ്രചാരണത്തിനായി എത്തും. MS അനീഷ് കുമാറിന്റെ റിപ്പോർട്ടാണ് കണ്ടത്. BJPയെയും കോൺഗ്രസിനെയും വിമർശിച്ച് മുഖ്യമന്ത്രി. നെയ്യാറ്റിൻകരയിലെ LDF പ്രചാരണ പരിപാടിയിലായിരുന്നു മുഖ്യമന്ത്രിയുടെ വിമർശനം. കേരളത്തിൽ BJP ജയിക്കില്ലെന്നും പിണറായി വിജയൻ പറഞ്ഞു. നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര ഗവൺമെന്റ് രാജ്യത്തെ ആകെ തകർക്കാനുള്ള നീക്കം നടക്കുമ്പോൾ അതിൻ്റെ മുന്നിൽ നിസ്സംഗത പാലിക്കാനാവില്ല. തങ്ങൾ നിലപാട് സ്വീകരിച്ചു പോകേണ്ട ഘട്ടമാണ് ഇത് എന്ന് ജനങ്ങൾ തിരിച്ചറിയുന്നു. ഇവിടെ നാം ചിന്തിക്കേണ്ട കാര്യം ഇത്തരമൊരു സ്ഥിതിവിശേഷത്തെ കേരളം എങ്ങനെ നേരിടും? കേരളത്തിലെ എവിടെയും BJP ജയിച്ചു വരാവുന്ന ശക്തിയല്ല എന്ന് കേരളത്തിന് പൊതുവിൽ അറിയാം. അവരെ ആകാവുന്ന ശ്രമങ്ങളെല്ലാം നടത്തുന്നുണ്ട് എന്നതും ജനങ്ങൾ തിരിച്ചറിയുന്നു. പക്ഷേ മതനിരപേക്ഷതയുടെ വിളനിലമായ നമ്മുടെ നാട് അവരെ അംഗീകരിക്കാൻ തയ്യാറല്ല. UDF MPമാർ പരാജയമെന്നും പിണറായി ആരോപിച്ചു. BJPക്കെതിരെ പാർലമെന്റിൽ ശബ്ദമുയർത്തിയില്ല എന്നതാണ് പിണറായിയുടെ ആരോപണം. കോൺഗ്രസ് അടക്കമുള്ളവരിൽ ഒരു നീതിയും രാജ്യത്തെ പ്രശ്നങ്ങളിൽ പുലർത്തിയില്ല. ഈ നാടിനോട് നീതി പുലർത്തിയില്ല. നമ്മുടെ കേരളത്തെ പല കാര്യങ്ങളിലും അവഗണിക്കുന്ന നിലപാട് സ്വീകരിച്ചു. ഒരുപാട് സന്ദർഭങ്ങൾ നാം നേരിട്ട മഹാപ്രളയം, കോവിഡ് മഹാമാരി, കേരളം നേരിട്ട ഒട്ടനേകം പ്രശ്നങ്ങൾ, ആ ഘട്ടങ്ങളിലെല്ലാം ഒരു സംസ്ഥാനം എന്ന നിലക്ക് നമുക്ക് അർഹമായ സഹായം ലഭിച്ചില്ല. ആ സഹായത്തിനു വേണ്ടി ശബ്ദമുയർത്താൻ ഇവിടെ നിന്ന് പോയ പാർലമെന്റ് അംഗങ്ങൾ തയ്യാറായില്ല. അപ്പോഴെല്ലാം അവർക്ക് താല്പര്യം സർക്കാരിനെ കുറ്റപ്പെടുത്തലായിരുന്നു. ഇടതുമുന്നണിയുടെ സ്റ്റാർ ക്യാമ്പയിനറായ മുഖ്യമന്ത്രിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികൾ തുടങ്ങുകയായിരുന്നു നെയ്യാറ്റിൻകരയിൽ. അവിടെയാണ് പ്രധാനമന്ത്രിക്കെതിരെയും കേന്ദ്ര സർക്കാരിനെതിരെയും ഒക്കെ രൂക്ഷ വിമർശനം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. പെരുമാറ്റച്ചട്ട ലംഘന പരാതിയിൽ സുരേഷ് ഗോപിയോട് വിശദീകരണം തേടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. സ്ഥാനാർത്ഥിയുടെ അഭ്യർത്ഥനയിൽ ഉൾപ്പെടുത്തേണ്ട പ്രിന്റിംഗ് ആൻഡ് പബ്ലിഷിംഗ് സംബന്ധിച്ച വിശദാംശങ്ങളില്ല എന്നതാണ് പരാതി. CPI ജില്ലാ സെക്രട്ടറി KK വത്സരാജാണ് പരാതി നൽകിയത്. ജനപ്രാതിനിധ്യ നിയമത്തിലെ വിവിധ വകുപ്പുകൾ പ്രകാരമാണ് പരാതി. പരാതിയിൽ ജില്ലയിലെ മുഖ്യ വരണാധികാരി കൂടിയായ ജില്ലാ കളക്ടറാണ് സ്ഥാനാർത്ഥിയോട് വിശദീകരണം തേടിയത്. തെരഞ്ഞെടുപ്പ് ചട്ടലംഘന പരാതിയിൽ തോമസ് ഐസക്കിന് ജില്ലാ വരണാധികാരിയുടെ താക്കീത്. കുടുംബശ്രീയുടെ ഔദ്യോഗിക പരിപാടിയിൽ പങ്കെടുത്തതിനാണ് താക്കീത്. ഇനി സർക്കാർ പരിപാടികളിൽ പങ്കെടുക്കരുതെന്ന് താക്കീത് നൽകി. റിപ്പോർട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൈമാറി. UDFന്റെ പരാതിയിൽ തോമസ് ഐസക്കിന്റെ വിശദീകരണം കൂടി പരിശോധിച്ച ശേഷമാണ് നടപടി. ആലപ്പുഴയിൽ വിജയമുറപ്പെന്ന് UDF സ്ഥാനാർത്ഥി KC വേണുഗോപാൽ. പ്രചാരണത്തിൽ മികച്ച പ്രതികരണം ലഭിക്കുന്നുണ്ടെന്നും മികച്ച ഭൂരിപക്ഷം ഉണ്ടാകുമെന്നും KC വേണുഗോപാൽ പറഞ്ഞു. ഒരു പ്രശ്നം ഇതേ ഉള്ളൂ, ആലപ്പുഴയിൽ കൂടുതൽ സമയം നിൽക്കാൻ പറ്റുന്നില്ല ഈ ഉത്തരവാദിത്തങ്ങളൊക്കെ ഉള്ളതുകൊണ്ട്. ബാക്കി വളരെ സുഖകരമായ ജനങ്ങൾ നൽകുന്ന സ്നേഹം, വാത്സല്യം, പിന്തുണ. ഈ കൗണ്ടിംഗ് ഡേയിൽ എന്തായിരിക്കും ആലപ്പുഴയിൽ നിന്ന് KC വേണുഗോപാൽ പ്രതീക്ഷിക്കുന്നത്?
എത്ര വോട്ടിന്റെ ഭൂരിപക്ഷം അല്ലെങ്കിൽ എന്തായിരിക്കും? ഞാൻ ഈ ജനങ്ങളെ വെല്ലുവിളിക്കാറില്ല ഒരിക്കലും. എല്ലാ അവകാശവും ജനങ്ങളുടെ കയ്യിലാണുള്ളത്. ഇപ്പോൾ അവരാണ് തീരുമാനിക്കേണ്ടത്, അവരുടെ ജനപ്രതിനിധിയാരാണ്. എൻ്റെ പ്രവർത്തനം അവരുടെ മുന്നിലുണ്ട്, രാഷ്ട്രീയം അവരുടെ മുന്നിലുണ്ട്, സമകാലീന രാഷ്ട്രീയമാണ്. എനിക്ക് നമ്മുടെ നാട്ടിലെ ഇപ്പം പ്രചരണം നടത്തിയപ്പോൾ കുറേ ദിവസം പ്രചരണം നടത്തിയപ്പോൾ പൂർണ്ണ ആത്മവിശ്വാസമുണ്ട്, നന്നായിട്ട് ജയിക്കുന്നു. കേന്ദ്രത്തിനെതിരെ ആഞ്ഞടിച്ച മുഖ്യമന്ത്രി രാജ്യം വലിയ അപകടത്തിലൂടെ കടന്നുപോകുന്നുവെന്ന് പിണറായി ചൂണ്ടിക്കാട്ടി. ജനങ്ങൾക്ക് സ്വാതന്ത്ര്യമില്ല, അഭിപ്രായം പറയാൻ പോലും സ്വാതന്ത്ര്യമില്ലെന്നും പിണറായി ആരോപിച്ചു. 2016 തൊട്ട് ഉള്ള അവസ്ഥ, കേരളത്തില് നിഷേധിക്കപ്പെട്ട പണം എത്രയാ? 1,07,500 കോടിയിൽ പരം രൂപ. നമ്മുടേതുപോലൊരു സംസ്ഥാനത്തിന്റെ കയ്യിലെത്തേണ്ട 1,07,500 കോടിയിൽ പരം രൂപ തരാതിരുന്നാൽ, അത് നിഷേധിച്ചാൽ ഈ കേരളത്തിന് അനുഭവിക്കേണ്ടി വരുന്ന പ്രയാസം എത്ര വലുതായിരിക്കും എന്ന് ആലോചിച്ച് നോക്കൂ. അതാണ് അവർ കണ്ടത്. ബുദ്ധിമുട്ടിക്കുക, നാടിനെ ആകെ പ്രയാസത്തിലാക്കുക. ഇതിനുള്ള നടപടികളുമായാണ് കേന്ദ്ര ഗവൺമെന്റ് സാമ്പത്തിക രംഗത്തെ ഞെരുക്കുന്ന നിലപാടുമായി മുന്നോട്ട് പോയത്. ഇതൊരു ഭാഗം. ഇവിടെ ഇതിന്റെ ഭാഗമായി തന്നെ കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിച്ച നടപടി, ഒന്ന്, നമുക്ക് നൽകേണ്ട വിഹിതമുണ്ട്, അത് വല്ലാതെ കുറച്ചു. അതേസമയം മറ്റു പല സംസ്ഥാനങ്ങൾക്കും വല്ലാതെ കൂട്ടിക്കൊടുത്തു. നമ്മളെ പ്രത്യേക കണ്ണോടെ ശ്വാസം മുട്ടിക്കാനുള്ള നീക്കമാണ് നടന്നത്. അതേസമയം കോൺഗ്രസിനെയും വിഷയത്തിൽ മുഖ്യമന്ത്രി വിമർശിച്ചു. മനീഷ് സിസോദിയയെ അറസ്റ്റ് ചെയ്തപ്പോൾ എന്തുകൊണ്ട് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തില്ലെന്നാണ് കോൺഗ്രസ് ചോദിച്ചതെന്ന് മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തി. ലോകരാഷ്ട്രങ്ങളുടെ അടക്കം പ്രതിഷേധമുയർന്നു വന്നു. ഇപ്പോൾ കോൺഗ്രസ് അറസ്റ്റിനെതിരെ സംസാരിക്കുന്നു. ഇതാണ് കോൺഗ്രസിന്റെ സമീപനമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. അപ്പോ കോൺഗ്രസ് പറഞ്ഞത്, എന്തുകൊണ്ട് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യുന്നില്ല? ഇതിന്റെയെല്ലാം സൂത്രധാരൻ കെജ്രിവാളാണ്, മുഖ്യമന്ത്രിയാണ്. അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാണ് വേണ്ടത്. ആ പ്രചരണം ഡൽഹിയിൽ രാജ്യതലസ്ഥാനത്ത് ശക്തമായി അഴിച്ചുവിട്ട പാർട്ടിയായിരുന്നു കോൺഗ്രസ് എന്നത് നാം കാണേണ്ടതായിട്ടുണ്ട്. ഇത്തരത്തിൽ കോൺഗ്രസിന്റെ നിലപാട് നമ്മുടെ രാജ്യത്തിന്റെ പ്രശ്നങ്ങളിൽ അടക്കം ബി.ജെ.പിയുടെ നിലപാടിനെ എതിർക്കുന്ന രീതിയിലല്ല വരുന്നത്. പൗരത്വ നിയമത്തിലും ബി.ജെ.പിയെയും കോൺഗ്രസിനെയും ഒരുപോലെ കുറ്റപ്പെടുത്തിയായിരുന്നു മുഖ്യമന്ത്രിയുടെ മണ്ഡല പര്യടനത്തിന് തുടക്കം കുറിച്ചത്. വി അരുണിന്റെ റിപ്പോർട്ടിലേക്ക്. മതനിരപേക്ഷ സംരക്ഷിക്കാൻ ഒരുമിച്ചിറങ്ങണമെന്ന ആഹ്വാനവുമായാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ തെരഞ്ഞെടുപ്പ് മണ്ഡല പര്യടനങ്ങൾ ആരംഭിച്ചിരിക്കുന്നത്. നെയ്യാറ്റിൻകരയിൽ, തിരുവനന്തപുരം മണ്ഡലത്തിലെ നെയ്യാറ്റിൻകരയിൽ പന്നിൻ രവീന്ദ്രന്റെ യോഗം ഉദ്ഘാടനം ചെയ്തുകൊണ്ടാണ് മുഖ്യമന്ത്രി മണ്ഡല പര്യടനം ആരംഭിച്ചിരിക്കുന്നത്. നേരത്തെയൊക്കെ പൗരത്വ നിയമത്തിനെതിരായ റാലികളിൽ പ്രസംഗിച്ചതുപോലെ പൗരത്വ നിയമ ഭേദഗതിക്കെതിരായ രൂക്ഷ വിമർശനം തന്നെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ മണ്ഡലം കൺവെൻഷനുകളിലും ഈ പൊതുയോഗങ്ങളിലും ഉന്നയിക്കുന്നത്. രൂക്ഷ വിമർശനം ആ വിഷയത്തിൽ ഉന്നയിച്ചുകൊണ്ട് തന്നെയാണ് കേന്ദ്ര സർക്കാരിനെതിരെയും അതുപോലെ തന്നെ കോൺഗ്രസിനെതിരെയും രൂക്ഷ വിമർശനം ഉന്നയിച്ചുകൊണ്ട് തന്നെയാണ് മുഖ്യമന്ത്രി പന്നിൻ രവീന്ദ്രന്റെ യോഗത്തിലും ഇന്ന് പ്രസംഗിച്ചത്. ഇനിയുള്ള യോഗങ്ങളിലും അതുതന്നെയാകും അദ്ദേഹത്തിന്റെ പ്രസംഗത്തിലെ പ്രധാന പോയിന്റ് എന്ന കാര്യം വ്യക്തമാണ്. നേരത്തെ CP നേതൃത്വം അക്കാര്യം വ്യക്തമാക്കിയതുമാണ്. ബി.ജെ.പി എല്ലാം ആര് പരാതി പറഞ്ഞാലും പൗരത്വ നിയമ ഭേദഗതി നിയമത്തിനെതിരെ CPM നേതാക്കൾ സംസാരിക്കും. അത് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഇന്ന് മുഖ്യമന്ത്രി പ്രചരണം ആരംഭിച്ചിരിക്കുന്നത്. 22-ാം തീയതി വരെ മുഖ്യമന്ത്രിയുടെ പ്രചരണ യോഗങ്ങൾ ഉണ്ടാകും. ഇലക്ട്രൽ ബോണ്ട് അഴിമതിയാണ് മറ്റൊരു വിഷയം പ്രധാനമായും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉന്നയിക്കുന്നത്. ഇലക്ട്രൽ ബോണ്ടിൽ കോൺഗ്രസും ബി.ജെ.പി ഒരേ നിലപാടാണ്, വാങ്ങിയ തുകയിൽ മാത്രമാണ് വ്യത്യാസം എന്ന് പറയുന്നു. കെജ്രിവാളിന്റെ അറസ്റ്റാണ് മറ്റു പ്രധാനപ്പെട്ട വിഷയം യോഗങ്ങളിലൊക്കെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉന്നയിക്കുന്നത്. അതിൽ ആദ്യം മനീഷ് സിസോദിയയുടെ അറസ്റ്റ് ഉണ്ടായപ്പോൾ കെജ്രിവാളിനെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുമെന്ന് ചോദിച്ച കോൺഗ്രസ് ഇപ്പോൾ നല്ല നിലപാട് സ്വീകരിക്കുന്നത് അദ്ദേഹം അഭിനന്ദിക്കുന്നു. ഏതായാലും
ഇത്തരം വിഷയങ്ങൾ തന്നെയാകും ഈ പ്രചരണ യോഗങ്ങളിലുടനീളം. 22-ാം തീയതി കണ്ണൂരിലാണ് മുഖ്യമന്ത്രിയുടെ മണ്ഡല പര്യടനം അവസാനിക്കുന്നത്. അതുവരെ എല്ലാ യോഗങ്ങളിലും ഇത്തരം വിഷയങ്ങൾ തന്നെ ഉയർത്തും. അതിൽ ഏറ്റവും പ്രധാനം പൗരത്വ നിയമ ഭേദഗതിയാണ്. പൗരത്വ നിയമ ഭേദഗതിയിൽ BJP സർക്കാർ സ്വീകരിക്കുന്ന നിലപാട്, കോൺഗ്രസിന്റെ അഴകുഴമ്പൻ നിലപാട്, ഇത് രണ്ടും വിമർശിച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രി ഇടതു നേതാക്കളും മണ്ഡല പര്യടന യോഗങ്ങളിൽ പ്രചരണ യോഗങ്ങളിലൊക്കെ ഏറ്റവും പ്രധാനമായും കോൺഗ്രസിനെയും BJPയെയും വിമർശിക്കുക. രാജ്യം തെരഞ്ഞെടുപ്പിലേക്ക് കോ പ്രസന്റഡ് ബൈ ബർജർ പെയിന്റ്സ് 100 years of trust. ഇടവേള. പത്തനംതിട്ടയിൽ പ്രചാരണത്തിനെത്തുമെന്ന് അച്ചു ഉമ്മൻ. BJP സ്ഥാനാർത്ഥിയായി അനിൽ ആന്റണി മത്സരിക്കുന്നതിനാൽ പത്തനംതിട്ടയിൽ അച്ചു ഉമ്മൻ പ്രചരണത്തിനെത്തുന്നില്ല എന്നതായിരുന്നു വിമർശനം. എന്നാൽ പ്രചാരണം തെറ്റെന്നും താൻ പത്തനംതിട്ടയിൽ എത്തുമെന്നും അച്ചു ഉമ്മൻ സമൂഹ മാധ്യമങ്ങൾ വഴി പ്രഖ്യാപിച്ചു. അച്ചു ഉമ്മൻ ആന്റണിക്കായി എത്തുന്നത് UDF നേതൃത്വം വലിയ പ്രചാരണമായി ഏറ്റെടുത്തിട്ടുണ്ട്. ആദായ നികുതി വകുപ്പിനെതിരെ കോൺഗ്രസിന്റെ രാജ്യവ്യാപക പ്രതിഷേധം. സംസ്ഥാന ജില്ലാ കേന്ദ്രങ്ങളിലാണ് ധർണ നടത്തിയത്. ആദായ നികുതി വകുപ്പിന്റെ തിരുവനന്തപുരം, കൊച്ചി, കോഴിക്കോട് ഓഫീസുകൾക്ക് മുന്നിലും പ്രതിഷേധം സംഘടിപ്പിച്ചു. 1823 കോടി രൂപ കൂടി അടയ്ക്കാനുള്ള നോട്ടീസിനെതിരെ സുപ്രീംകോടതിയെ സമീപിക്കാനിരിക്കെ ആദായ നികുതി വകുപ്പിന്റെ 2 നോട്ടീസ് കൂടി കോൺഗ്രസിന് ലഭിച്ചു. നരേന്ദ്രമോദിക്ക് ഇന്ത്യ മുന്നണിയെ ഭയമായതിനാലാണ് EDയെയും ആദായ നികുതി വകുപ്പിനെയും ഉപയോഗിച്ച് പ്രതിപക്ഷത്തെ വേട്ടയാടുന്നതെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ ന്യൂസ് 18നോട്. കേട്ടുകേൾവിയില്ലാത്ത കാര്യമാണ് രാജ്യത്ത് നടക്കുന്നത്. വേറെ മാർഗമില്ലാത്തതിനാലാണ് തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ പോലും ഇന്ത്യ മുന്നണിക്ക് പ്രതിഷേധത്തിന് ഇറങ്ങേണ്ടി വരുന്നതെന്നും KC വേണുഗോപാൽ പറഞ്ഞു. സഹിച്ചും അടിമപ്പെട്ടും ജീവിക്കാൻ തീരുമാനിച്ചിട്ടില്ല. തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ഇടപെടൽ ആവശ്യപ്പെട്ടിട്ടും നടപടിയില്ലെന്നും KC വേണുഗോപാൽ പറഞ്ഞു. അവർ സാമന്താനം ദണ്ഡം ഇവരെല്ലാം നോക്കിയിട്ടും തെരഞ്ഞെടുപ്പിൽ ജയിക്കില്ല എന്ന് മനസ്സിലായപ്പോൾ രാഷ്ട്രീയ പാർട്ടികൾക്ക് ജനാധിപത്യ രീതിയിൽ നൽകേണ്ട ലെവൽ പ്ലേയിങ് ഫീൽഡ് നിഷേധിക്കുന്ന രീതിയിൽ വളരെ ജനാധിപത്യ വിരുദ്ധമായ നടപടികൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യ രാജ്യം കേട്ടുകേൾവി പോലും ഇല്ലാത്ത കാര്യങ്ങളാണ് ഇന്ത്യ രാജ്യത്ത്. ഇങ്ങനെ ഒരു രാഷ്ട്രീയ പാർട്ടികളുടെയും ഒരു ഗവൺമെന്റും വേട്ടയാടിയിട്ടില്ല. ജനാധിപത്യം എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാവർക്കും കൂടെ പങ്കെടുക്കാനുള്ള ഒരു അവസരമല്ലേ ജനാധിപത്യത്തിൽ. ഇപ്പം അവർ പറയുന്നത് വേറെ ഒരു പാർട്ടിക്കും പണം വേണ്ട, അവരാരും മത്സരിക്കേണ്ട, അവർക്കാർക്കും പ്രചരണം നടത്തണ്ട, ഇവരൊരു പാർട്ടി മാത്രം നടത്തിയാൽ മതിയാണ്. ഇത് 96-ലെയും 2019-ലെയും കേസ് പറഞ്ഞിട്ടാണ്. ഈ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് പറഞ്ഞ BJPയുടെ ഗുണ്ടാപിരിവാറായിട്ട് മാറിയിരിക്കുകയാണ്. അവർ 1800 കോടി രൂപ കോൺഗ്രസ് കൊടുക്കണമെന്ന് പറയുന്നത് കോൺഗ്രസ് എടുത്ത കോഴ്സാണത്. രാഷ്ട്രീയ പാർട്ടികൾ ഇൻകം ടാക്സ് എക്സംപ്റ്റഡ് ആണ്. ഞങ്ങളുടെ എന്നാൽ BJP ആണെങ്കിലും BJP ഇന്നലെ ഞങ്ങളുടെ പത്രസമ്മേളനത്തിൽ പറഞ്ഞാണ് BJP ഇതൊന്നും കൊടുക്കുന്നില്ല. ഞങ്ങൾക്കുള്ളത് അതേ കാര്യങ്ങൾ ബാധകമായ BJPക്കെതിരെ ഒരു നടപടിയുമില്ല. അവർ ഫ്രീ ആണ്, BJP ഫ്രീ ആണ്, അവർക്ക് എന്തും ചെയ്യാം. EDയെ പേടിയില്ലെന്ന് ആവർത്തിച്ച് തോമസ് ഐസക്. കിഫ്ബി ഉദ്യോഗസ്ഥർ ആരും തനിക്കെതിരെ മൊഴി നൽകിയിട്ടില്ല. സത്യവാങ്മൂലത്തിൽ ED ഉദ്യോഗസ്ഥർ തനിക്കെതിരെയുള്ള മൊഴി എഴുതി ചേർത്തതാണോ എന്ന് സംശയിക്കുന്നു. കോടതി ഇക്കാര്യം വിശദമായി പരിശോധിക്കട്ടെയെന്നും ധനവിനിയോഗത്തിന്റെ കണക്ക് ഇന്ന് തന്നെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുമെന്നും ഐസക് പറഞ്ഞു. കോടതിയുടെ ഞാൻ അപേക്ഷ കൊടുത്തിട്ടുള്ളത് ആ അഫിഡവിറ്റ് ഒഫീഷ്യൽസ് നൽകിയത് കോടതി തന്നെ നേരിട്ട് പരിശോധിക്കണമെന്നുള്ളതാണ്. പണവിനിയോഗം ആർക്ക് ഏത് വായ്പയിൽ നിന്ന് എന്തെടുത്ത് കൊടുക്കണമെന്നുള്ളത് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയും തീരുമാനിക്കുന്ന കാര്യമല്ല. അതവിടെ റൂട്ടീനായിട്ട് ഉദ്യോഗസ്ഥരെ വെച്ചിരിക്കുന്നത് അവർ ചെയ്യുന്നത്. അതിലൊന്നൊരു തെറ്റൂലെന്ന് കിഫ്ബി ഒഫീഷ്യൽസ് കോടതിയിൽ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ വേണമെങ്കിൽ എന്തിനൊക്കെയാണ് കിഫ്ബിയുടെ പണം വിനിയോഗിച്ചെന്ന് ഞാൻ പോസ്റ്റ് ഇടാറുണ്ട്. അത് കൃത്യമായിട്ട് അറിയാം. അതിനൊന്നും ഞാനൊരു തെറ്റുമില്ല. അതുകൊണ്ട് കോടതി പരിശോധിക്കട്ടെ. ED പറഞ്ഞതാണോ ശരി, അല്ലെങ്കിൽ ഒഫീഷ്യൽസ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ, എഴുതി ചേർത്തതാണോ, ഇത് തന്നെ ഒരു പരിശോധനാ വിഷയമാണ്. കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമനെതിരെ മുഖ്യമന്ത്രി പിണറായി വിജയൻ. കേരളത്തെ സാമ്പത്തികമായി ഞെരുക്കുന്നത് കേന്ദ്ര ധനമന്ത്രിയും സർക്കാരുമാണ്. പാവപ്പെട്ടവർക്ക് ക്ഷേമ പെൻഷൻ കൊടുക്കുന്നതിനെ അവർ അംഗീകരിക്കുന്നില്ല. സാമ്പത്തിക പ്രയാസത്തിനിടയിലും നാടിന്റെ വികസനം മുന്നോട്ട് കൊണ്ടുപോകാനാണ് ശ്രമിക്കുന്നതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു.
കാസർഗോഡ് റിയാസ് മൗലവി വധക്കേസിൽ വിധി. 3 പ്രതികളെയും വെറുതെ വിട്ടു. കാസർഗോഡ് പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് വിധി പറഞ്ഞത്. ചുരിയിലെ മദ്രസ അധ്യാപകനായിരുന്ന റിയാസിനെ മദ്രസയിൽ വെച്ച് കഴുത്തറുത്ത് കൊലപ്പെടുത്തുകയായിരുന്നു. പ്രമാദമായ റിയാസ് മൗലവി കേസിലെ 3 പ്രതികളെയും വെറുതെ വിട്ടുകൊണ്ടാണ് ഇപ്പോൾ ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ഉത്തരവിട്ടിരിക്കുന്നത്. എന്തായാലും ഈ വിധി പകർപ്പിൻ്റെ പൂർണ്ണരൂപം ലഭിച്ചിട്ടില്ല. എന്താണ് ഇതിന് നിഗമനത്തിലേക്ക്, ഏത് നിഗമനത്തിലാണ് കോടതി എത്തിയെന്ന കാര്യത്തിൽ പൂർണ്ണ ജഡ്ജ്മെൻറ്റിൻ്റെ രൂപം കിട്ടിയാൽ മാത്രമേ മനസ്സിലാകൂ. എന്തായാലും കഴിഞ്ഞ 7 വർഷമായി, അതായത് 2017 മാർച്ച് 20-നാണ് ഇത്തരത്തിൽ കുടക് സ്വദേശിയായ റിയാസ് മൗലവി ചൂരിയിലെ മദ്രസയിൽ കിടന്നുറങ്ങുമ്പോൾ ഇത്തരത്തിൽ കഴുത്തറുത്ത് കൊലപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത്. 3 ദിവസത്തിനകം തന്നെ ഈ 3 പ്രതികളും അറസ്റ്റിലാവുന്ന സാഹചര്യമുണ്ടായി. DNA പരിശോധനാ ഫലം ഉൾപ്പെടെ 65ഓളം ഇത്തരത്തിൽ സാമ്പിളുകൾ കൊടുക്കുന്ന സാഹചര്യമുണ്ടായി. എന്തായാലും ഇതൊക്കെ ആയിട്ടും 7 വർഷമായും ഇവർക്ക് ജാമ്യം ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. ജയിലിൽ തന്നെയായിരുന്നു. എന്നിട്ടും ഈ 3 പ്രതികളെയും ഇത്തരത്തിൽ വെറുതെ വിടാൻ ഇടയായ സാഹചര്യം എന്തെന്ന് വിധിപ്പകർപ്പ് പൂർണ്ണമായും കിട്ടിയാൽ മാത്രമേ പറയാൻ പറ്റുമെന്നാണ് പബ്ലിക് പ്രോസിക്യൂട്ടർ പറഞ്ഞത്. കാസർഗോഡിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഭയങ്കര തിരിച്ചടി. അതുമാത്രമല്ല, നല്ല എവിഡൻസുള്ള തെളിവുകളുള്ള കേസാണ്. DNA തെളിവുകളുണ്ട്. 1-ാം പ്രതിക്കെതിരായിട്ട് കറക്റ്റായിട്ട് DNA തെളിവുകളുണ്ട്. റിയാസ് മൗലവിയെ കുത്തി എന്ന് പറയുന്ന കത്തിയിലുള്ള ഫൈബർ കണ്ടൻസ് അത് 1-ാം പ്രതി എടുത്തു കൊടുത്ത കത്തിയിൽ നിന്ന് കിട്ടിയതാണ്. 1-ാം പ്രതിയുടെ മുണ്ടിലും ഷർട്ടിലും കണ്ട രക്തം റിയാസ് മൗലവിയുടെ, അതാണ്. അത് അവർ എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല. ടവർ ലൊക്കേഷൻ ഉണ്ട്, സയൻറ്റിഫിക് എവിഡൻസ് ഉണ്ട്. എല്ലാ തെളിവുകളുമുള്ള 1 മുതൽ 3 വരെ പ്രതികൾക്ക് ഏകദേശം 100ഓളം സാഹചര്യ തെളിവുകൾ. കോടതിയുടെ കണ്ടെത്തലുകൾ തികച്ചും ദൗർഭാഗ്യകരം എന്ന് എനിക്ക് പറയാനുള്ളൂ. കാരണം എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ 25 വർഷമായി ഇത്ര കൂടുതൽ തെളിവുകളുള്ള ഒരു കേസ് വെറുതെ വിടുക എന്ന് പറയുന്നത് ഭയങ്കര പ്രതീക്ഷ ഉണ്ടായി എനിക്ക് കോടതിയുടെ വേള. പറയാൻ കിട്ടുന്നില്ല എന്തോ. എന്നെ കൊണ്ട് എനിക്ക് കാണുന്നില്ല. ഞങ്ങൾ അപ്പീൽ ഫയൽ ചെയ്യും. ഏത് ഭാഗത്താണ് വീഴ്ച സംഭവിച്ചതെന്ന് പരിശോധിക്കും. സ്വാഭാവികമായിട്ടും ഇങ്ങനത്തെ ഒരു വിധിയല്ല പ്രതീക്ഷിച്ചത്. ഇത് കാസർഗോഡിൻ്റെ ചരിത്രത്തിൽ നിർണായകമായ വിധിയാകുമെന്നായിരുന്നു ഞങ്ങൾ പ്രതീക്ഷിച്ചത്. നിർഭാഗ്യവശാൽ ബഹുമാനപ്പെട്ട കോടതി അവർ കുറ്റക്കാരെ എല്ലാമാണ് കണ്ടെത്തിയിട്ടുള്ളത്. ബാക്കി വിശദമായ വിധി ന്യായം വായിച്ചതിന് ശേഷം നമുക്ക് പറയാൻ കഴിയും. എന്തായാലും ഇത് നിരാശാജനകമായ വിധി എന്നാണ് ഇത്തരത്തിൽ കുടുംബം ആരോപിച്ചത്. ഇതിൽ അപ്പീൽ പോകുമെന്ന് എന്തായാലും സർക്കാർ അഭിഭാഷകനും വ്യക്തമാക്കിയിട്ടുണ്ട്. നിരപരാധികളായിട്ടുള്ള 3 ചെറുപ്പക്കാരെ പ്രതികളാക്കി പോലീസ് മുഖം രക്ഷിക്കുകയായിരുന്നു എന്നുള്ളതാണ് കോടതി വിധികളോട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നിങ്ങൾക്കറിയാം, കഴിഞ്ഞ 7 വർഷമായിട്ട് ജീവിതത്തിൻ്റെ ഏറ്റവും നല്ല ഭാഗം അനുഭവിച്ചു തീർക്കേണ്ട 3 ചെറുപ്പക്കാർ ഈ കേസുമായി ജയിലിലാണ്. പരോൾ പോലും കിട്ടാതെ ഹൈക്കോടതിയിൽ പോയിട്ട് ഇൻട്രീം ബെയിൽ പോലും കിട്ടാതെ 7 വർഷമായിട്ട് ജയിലിൽ കിടന്ന 3 ചെറുപ്പക്കാർക്ക് നീതി ലഭ്യമായിരിക്കുന്നു എന്നുള്ളതാണ് ആത്യന്തികമായിട്ട് എനിക്ക് പറയാനുള്ളത്. ബാക്കി കാര്യങ്ങളൊക്കെ വിധിപ്പകർപ്പ് കിട്ടിയതിന് ശേഷം പറയാം. അതേസമയം തന്നെ കഴിഞ്ഞ 7 വർഷമായി ഇത്തരത്തിൽ ഈ പ്രതികളെ വെറുതെ ജയിലിലിടുന്ന ഒരു സാഹചര്യമുണ്ടായി എന്നാണ് പ്രതിഭാഗം അഭിഭാഷകരും വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും വലിയ പ്രമാദമായ ഒരു കേസിലാണിപ്പോൾ വിധി വന്നിരിക്കുന്നത്. 3 പേരെയും വെറുതെ വിട്ടുകൊണ്ട് ഇത്തരത്തിൽ ഉത്തരവ് വന്നിരിക്കുന്നു. പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് ഈ കേസ് എടുത്തത്. ആദ്യത്തെ കേസായി തന്നെ ഇത് വിളിക്കുകയും 3 പേരെയും വെറുതെ വിടുന്നു എന്ന് മാത്രം കോടതി പ്രസ്താവിക്കുകയും ഒരു സാഹചര്യമാണ് ഉണ്ടായത്. എന്തായാലും വലിയ സുരക്ഷാ സംവിധാനങ്ങളാണ് ഈ വിധി പ്രസ്താവനത്തോടനുബന്ധിച്ച് ജില്ലയിൽ ഒരുക്കിയിട്ടുള്ളത്. കോടതി പരിസരത്തും വലിയ ഇത്തരത്തിൽ സുരക്ഷാ സംവിധാനം ഒരുക്കിയിരിക്കുന്നു. ജില്ലാ പോലീസ് മേധാവി നേരിട്ട് നിയന്ത്രണത്തിലായിരുന്നു, ഇത്തരത്തിൽ മേൽനോട്ടത്തിലായിരുന്നു ഇത്തരത്തിൽ എന്തായാലും സുരക്ഷാ സംവിധാനം. പ്രത്യേക പോലീസ് സംവിധാനങ്ങൾ ഒരുക്കി ഈ കോടതിയുടെ അകത്ത് കയറുന്നത് വരെ പരിശോധിച്ച് അഭിഭാഷകരെ പോലും പരിശോധിച്ചായിരുന്നു ഇന്ന് ഇത്തരത്തിൽ നിയന്ത്രണം ഉണ്ടായിരുന്നത്. എന്തായാലും ഈ കേസിൽ ഇപ്പോൾ 3 പ്രതികളെയും വെറുതെ വിട്ടുകൊണ്ടാണ് ഇപ്പോൾ കോടതി ഉത്തരവ് വന്നിരിക്കുന്നത്. അടൂർ പട്ടാഴിമുക്ക അപകടത്തിലെ ദുരൂഹത നീക്കാൻ പോലീസ്. മരിച്ച അനുജയുടെയും ഹാഷിമിന്റെയും കോൾ ലിസ്റ്റുകളും സമൂഹ മാധ്യമ ഇടപെടലുകളും അന്വേഷണ പരിധിയിലുണ്ട്. അനുജയും ഹാഷിമും 1 വർഷത്തിലധികമായി സൗഹൃദത്തിലായിരുന്നുവെന്നും സൗഹൃദത്തെ ഉലച്ച കാരണം കണ്ടെത്താനുള്ള ശ്രമത്തിലാണെന്നും പോലീസ് പറയുന്നു. മുഖ്യമന്ത്രിയെ മൈക്രോഫോണിലൂടെ അസഭ്യം പറഞ്ഞ യുവാവിനെതിരെ കേസ്. സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ചെയ്യുന്ന ശ്രീജിത്ത് എന്ന യുവാവാണ് മുഖ്യമന്ത്രി പിണറായി വിജയനെ അസഭ്യം പറഞ്ഞത്.
സെക്രട്ടേറിയറ്റിലേക്ക് നോക്കിയാണ് ഇയാൾ മോശം പദപ്രയോഗങ്ങൾ നടത്തിയത്. സഹോദരന്റെ കസ്റ്റഡി മരണത്തിൽ നീതി ആവശ്യപ്പെട്ട് വർഷങ്ങളായി സമരത്തിലാണ് ശ്രീജിത്ത്. ISLൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് ജംഷഡ്പൂർ FCയെ നേരിടും. വൈകിട്ട് 7:30 മത്സരം. ഡിസംബർ മുതൽ പരിക്ക് കാരണം പുറത്തിരിക്കുന്ന ബ്ലാസ്റ്റേഴ്സ് ക്യാപ്റ്റൻ ലൂണ ഇറങ്ങുമെന്ന് പ്രതീക്ഷിച്ചുവെങ്കിലും ഇന്ന് കളിക്കില്ലെന്ന് പരിശീലകൻ ഇവാൻ വുകാമനോവിച്ച് വ്യക്തമാക്കി. നിലവിൽ 18 മത്സരങ്ങളിൽ 29 പോയിന്റുമായി ലീഗ് ടേബിളിൽ 5ാം സ്ഥാനത്താണ് കേരള ബ്ലാസ്റ്റേഴ്സ്. ശേഷിക്കുന്ന 4 മത്സരങ്ങളിൽ 2 പോയിന്റ് കൂടി നേടിയാൽ കൊച്ചി ക്ലബിന് പ്ലേ ഓഫ് എലിമിനേറ്ററിൽ കളിക്കാം. ഇനി ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. വലിയ സ്വപ്നങ്ങൾ, വലിയ സന്തോഷങ്ങൾ, വലിയ കളക്ഷൻ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 6265 രൂപ, പവന് 50,120 രൂപ. സ്വർണം 18 ക്യാരറ്റ് ഗ്രാമിന് 5240 രൂപ, പവന് 41,920 രൂപ. വെള്ളി ഗ്രാമിന് 80 രൂപ, കിലോയ്ക്ക് 80,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. വലിയ സ്വപ്നങ്ങൾ, വലിയ സന്തോഷങ്ങൾ, വലിയ കളക്ഷൻ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ലൈവ് അറ്റ് 6 പൂർണ്ണമാകുന്നു. നമസ്കാരം. ഉന്നയിക്കുന്നതാണ്.